അറിയാലോ, ഒരു വണ്ടിയൊക്കെ നമ്മൾ 18 ലക്ഷം രൂപ കിട്ടുന്ന വണ്ടിയൊക്കെ കൊടുക്കുന്നത് 7 ലക്ഷം രൂപയ്ക്ക് 6 ലക്ഷം രൂപ കൊടുത്ത വണ്ടികളുണ്ട്. അപ്പം അങ്ങനെ 2 വണ്ടി 3 വണ്ടിയൊക്കെ പോയപ്പം കണക്കൂട്ടല്ല എത്ര ലക്ഷം രൂപ നഷ്ടമാണ്. ഞാൻ മാത്രമല്ല, എന്നെ പോലെ ഒത്തിരി ബസ് എടുത്ത് നടത്തിയവർക്ക് അവർക്കെല്ലാം തീരെ നഷ്ടമാണ്. ചേട്ടൻ്റെ പൊതിച്ചോറ് ഇത് കേട്ടോ, അടിപൊളി ഗ്രീൻ പീസ് തോരനൊക്കെ ഉണ്ട്, മീൻ ഫ്രൈ ഉണ്ട്. മീൻ ഫ്രൈ ഞാൻ കഴിക്കത്തില്ല. ചമ്മന്തി ഉണ്ട്, അവിയലുണ്ട്, പിന്നെ പുറത്ത് മീൻ കറി ഉണ്ട്, മീൻ ഫ്രൈ ഓ മീൻ ഫ്രൈ ചാടി അവിടുന്ന്. ഇപ്പം ഒരു ബസ് എടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു ആഗ്രഹമാണത്. ഒരു ബസ് വെച്ച് നടത്തുക, അതെല്ലാവർക്കും ഒരാഗ്രഹം. അത് ചെയ്യുന്ന സന്തോഷമുള്ളൂ, ചെയ്യട്ടെ. ആർക്കും നഷ്ടം വരില്ലെന്ന് ഞാൻ പറയാം. നമുക്ക് നഷ്ടം ഒത്തിരി വന്നിട്ടുണ്ട്, അത് ആർക്കും ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയത്താണ്. എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഗോപകുമാർ എന്ന ചേട്ടനാണ്. കൊല്ലത്ത് 2005 മുതൽ അദ്ദേഹത്തിന് കുറേ വാഹനങ്ങളുടെയൊക്കെ മുതലാളിയായിരുന്നു. വാഹനങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളുടെ. ഈ കോവിഡ് സമയം കഴിഞ്ഞതോടെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ ഒന്ന് പരാജയപ്പെട്ടു. അദ്ദേഹത്തിനുണ്ടാകുന്ന 50ഓളം വാഹനങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായി. അതിനുശേഷം അദ്ദേഹത്തിന് സ്വന്തം ഒമിനി വാഹനത്തിൽ കൊട്ടിയം